ഇത് ഞങ്ങൾ പേടിച്ചൊരു ദിവസമാണ്. പുലർച്ചെ അവൾക്ക് ചെവിട്ടിലെന്തോ പ്രാണി കയറിയെന്ന് പറഞ്ഞിട്ട് ആകെ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ വേഗം ഹോസ്പിറ്റലിലെത്തിച്ചു. ഹോസ്പിറ്റലിലെത്തി കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടറിയാം കേട്ടോ ഞങ്ങളത് വീഡിയോ എടുക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. അത് ഞാൻ പറയാം കേട്ടോ, ലാസ്റ്റ് പറയാം. മോളെ ഞങ്ങളെ എത്തിച്ച് അപ്പോൾ ഒരു ഡോക്ടറും ഒരു നേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ ഡോക്ടർ വേഗം ക്യാമറയൊക്കെ വെച്ച് നോക്കി. അപ്പോൾ അതിലൊന്നും കണ്ടില്ല. പിന്നെ മരുന്നൊക്കെ ഒറ്റിച്ച് നോക്കാമെന്ന് പറഞ്ഞ് മരുന്ന് ഒറ്റിച്ചപ്പോഴും അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെവി വെള്ളം ഉപയോഗിച്ചൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. എന്താ പറയാനുള്ളതെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ 3 മണിക്കാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അപ്പം ഒരു നേഴ്സും ഒരു ഡോക്ടറും ആയിരുന്നു അവിടെ OP ഉണ്ടായിരുന്നത്. ഞങ്ങൾ OP ഷീറ്റ് പോലും എടുത്തിട്ടില്ല. അത്രയും പെട്ടെന്ന് അവളിങ്ങനെ പിടഞ്ഞ് കളിക്കുന്നതിനെ കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഉള്ളോട് കയറി. അവർ ചോദിച്ചതുമില്ല കേട്ടോ, ഡോക്ടർ ചോദിച്ചതുമില്ല. വേഗം തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നവർ. കുറച്ച് സമയം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പോരാൻ നേരത്താണ് ഡോക്ടർ OP ചീട്ടൊന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇല്ല, OP ചീട്ട് എടുത്തിട്ടില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനി കുഴപ്പമില്ല, ഇനി വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നു. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാളെ കൊണ്ടുവരീന്നും പറഞ്ഞു കേട്ടോ. നിർമ്മല ഹോസ്പിറ്റലാണ്. നമുക്ക് അത്രയും നമ്മുടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ മാനിച്ചുകൊണ്ടാണ് അവർ ആ സമയത്ത് ഞങ്ങളോട് പെരുമാറിയത്. അപ്പോൾ അതിന് ഡോക്ടറോടും ആ നേഴ്സിനോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളും ടെൻഷനായൊരു സമയമായിരുന്നു. മോളങ്ങനെ കരഞ്ഞ ആ ഒരു ടൈം. അങ്ങനെ അവൾ നല്ലോണം ഓക്കെ ആയതിന് ശേഷം, വേദനകളൊക്കെ മാറിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക്. കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ ഞങ്ങൾ. അങ്ങനെ ഒരു റോഡിലൊന്നും ആരുമില്ല, കാരണം അത്രയും പുലർച്ചെയാണ്. എല്ലാവർക്കും പനിയും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് നാളെ ഇനി ഇതിനാലെ വേദനയൊന്നും വരാതിരുന്നാൽ മതി.